ഇന്നുപോലെ ഭയങ്കര വലിയ സ്രാവുകളുണ്ട് കേട്ടോ. ഫുള്ള് തിരക്ക. ചാലശ്ശേരി ചാലശ്ശേരി കിലോമീറ്ററോളം തിരക്കാണ്. കളിക്കല്ലേ നാളെയാണ് ചാലശ്ശേരി പൂരം. അതിൻ്റെ തിരക്കാട്ടോ. 3 ജില്ലയിലുള്ള ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതലുണ്ടാകുക. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. ഭയങ്കര തിരക്കാണ്. എല്ലാവിധ കച്ചവടക്കാരുണ്ട്. ഇവിടെ ഇതേതാ മീന്? മീനിന്റെ കച്ചവടത്തിന്റെ അവിടേക്ക് എത്തണുള്ളൂ കേട്ടോ. ഭയങ്കര തിരക്കാണ്. 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അപ്പുറത്ത് തിരക്കാണ്. പൂരം നാളെയാണ്. 3 ജില്ലക്കാർ പങ്കെടുക്കുന്ന ഒരു പൂരാട്ടോ. മിനിമം 3 ജില്ലക്കാരല്ല, ഏറ്റവും കൂടുതൽ 3 ജില്ലക്കാർ പങ്കെടുക്കുന്ന ഒരു പൂരാണ്. പത്ത് മണി ആയിട്ടും ഭയങ്കര തിരക്കാണ് കേട്ടോ. 10 മണി കഴിഞ്ഞില്ലേ, തിരക്കിനൊരു കമ്മിയില്ല. ചാലശ്ശേരി സെൻറ്ററാണ്. എത്ര കിലോമീറ്ററോളാണ് തിരക്ക് എന്നൊരു കൊടുത്തില്ല. അത്രക്കും തിരക്കാണ്. വണ്ടികളൊന്നും കടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഹോട്ടലൊക്കെ ഫുള്ള് ഇറക്കാലോ. ഓ, പൂരപ്പറമ്പിൽ ഭയങ്കര ഇറക്കിയ കാരണം സാധനങ്ങൾ വാങ്ങിയിട്ട് വരും. ഓ, അപ്പോൾ 10 മണി ടൈം ആട്ടോ. 10 മണി ടൈമിലെ ഈ തിരക്ക് ലൈവ് പരിപാടിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ വരെ ഉണ്ടല്ലേ? പുലർച്ചെ വരെ ഇങ്ങനെ കച്ചവടക്കാരുണ്ടാവും കേട്ടോ. അതേപോലെ ആൾക്കാരുണ്ടാവും. ആനപ്പന്തലാണ് കേട്ടോ കാണുന്നത്. എൻ്റെ അവിടേക്ക് എത്തണുള്ളൂ, കവാടത്തിൻ്റെ അവിടേക്ക് എത്തണുള്ളൂ. പക്ഷെ ഭയങ്കര തിരക്കാണ്. ഈ പൂരത്തിന് തലേശം എത്ര തിരക്ക് കാരണം 3 ജില്ലയിൽ നിന്ന് വരുന്ന ആൾക്കാർ കാരണം കേട്ടോ. തിരക്ക് ഭയങ്കരമായിട്ടാണ്. നടക്കാൻ വയ്യ, അത്രക്ക് തിരക്കായിട്ട്. ഇന്ന് ഈ വഴി വരുന്നവർക്ക് നല്ല ബ്ലോക്കൊക്കെ എന്നും നാളെയും.
കൗണ്ടർ. പൂരം അല്ലേ ഫുൾ ബ്ലോക്കാണ്. നമുക്ക് അങ്ങോട്ട് കിടക്കാം. ഒരാൾ റേസ് ചെയ്യുന്നുണ്ട്, ഭയങ്കര റേസിംഗ്. വണ്ടി പൊന്തിക്കാൻ നോക്കുകയാണ് അവന്. ഇപ്പോൾ പൊന്തിക്കൂട്ടോ. ഓ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഒന്നും മാറിക്കാൻ നല്ലത്. കച്ചവടങ്ങൾ പൊടി പൊടിയായി നടക്കുക കേട്ടോ. എല്ലാവിധ ഐറ്റംസും ഉണ്ട്. സ്പെഷ്യൽ പൊരികളൊക്കെ ഉണ്ടല്ലോ. എന്തൊക്കെ ഐറ്റംസ്? മസാലപ്പൊരിയാ. അമ്പലങ്ങളും ബാമ്പുകളികൾ ഉയരുന്ന വിചാരങ്ങളും ചരിത്രം പറയുന്ന കണ്ണടി പ്രാവുകൾ വട്ടമിട്ട് പറക്കുന്ന ആകാശത്തിൽ പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളുടെ സംഗമഭൂമിയായ ചാലിശ്ശേരിയുടെ മണ്ണിത്തട്ടിൽ ദേശത്തിനും ദേശനിവാസികൾക്കും അനുഗ്രഹാശിസുകളുമായി ഉണരുന്ന ചാലിശ്ശേരി ശ്രീ മുനയമ്പറം പത്തുകാവ് പൂർണ്ണ മഹോത്സവം നാളെ പ്രാദേശിക ഉത്സവ പ്രസിദ്ധിക്കാരുടെ ഇവിടെ ഏതോ വലിയ ആന വരുന്നുണ്ടായിരുന്നു. ചിക്കോട്ടുകാവ് രാമേന്ദ്ര തെച്ചിക്കോട്. എത്ര ലക്ഷം? 13 ലക്ഷം. അങ്ങനെ എന്താ? 13,000 ലക്ഷം അല്ലേ? അല്ലേ? അപ്പോ ഞാൻ അടുത്ത കാലത്ത് എടാ അങ്ങോട്ട് വരണം നമുക്ക്. എന്നാട്ട് കാഴ്ചകൾ കാണാൻ പറയാം. എന്നങ്ങോട്ട് കിടക്കാം. നല്ല തിരക്കാട്ടോ. ആൾക്കാർ ഇങ്ങനെ അങ്ങനെ പേട് പൊട്ടി ഇങ്ങോട്ട് വരണ്ടല്ലേ? ഫസ്റ്റ് കച്ചവടക്കാരനാട്ടോ വന്നേ. പൂരപ്പറമ്പ് എത്തിട്ടോ. ഫുള്ള് കച്ചവടക്കാരാണ്. കച്ചവടക്കാർ 5 കളിയാണ്. അതിന് പറഞ്ഞ ജനങ്ങളും ലൈറ്റ് കുറവാണ് പൂരപ്പറമ്പിൽ. എന്നാലും അല്ല, അത്യാവശ്യം ക്ലിയർ ഉണ്ട്. ഇതെന്താണ് തൈല കച്ചവടം. നമുക്ക് ഇങ്ങോട്ട് പോയാലതാ വെറൈറ്റി സംഭവങ്ങൾ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇതാ ചട്ടികൾ, പാത്രങ്ങൾ, ഇതുണ്ടോ ടോയ്സ്, നായക്കളല്ലേ. എന്താ റേറ്റ് പോയി? 70 റുപ്യ അല്ലേ?
ഓക്കെ ഓക്കെ. അപ്പോൾ 70 ഉറുപ്പുള്ള ഐറ്റംസിന് ഡിസ്കൗണ്ടിൽ 70. ഇതാ ചട്ടിയുടെ ഒരു മേളാണ്. ഈ പൂരത്തിന് പ്രത്യേകം കാണാനുള്ളതാണ്. വെറൈറ്റി മൺചട്ടികളാണ്. ഏത് ചട്ടികളും ഉണ്ട് കേട്ടോ. ചട്ടികൾ ഐറ്റംസ് കാണണം, ഇങ്ങോട്ട് വരണം. പൂജകള്, ചട്ടികള്, പാത്രങ്ങള്, മൺപാത്രങ്ങള്. ഇതൊരു കച്ചവടക്കാരല്ല കേട്ടോ. ഇങ്ങനെ തുടങ്ങിയാല് ഇതൊക്കെ മൺചട്ടിയുടെ ഫുള്ള് മൺചട്ടികളാട്ടോ. ശില്പങ്ങളുണ്ട് അപ്പുറത്ത്. ഫുള്ള് കച്ചവടക്കാരാട്ടോ. കച്ചവടക്കാർ 5 കളിയാണ്. ഫുള്ള് കച്ചവടക്കാരാണ്. എവിടെ നോക്കിയാലും ചട്ടിയുടെ പാത്രത്തിന്റെ ആൾക്കാരാണല്ലോ. കണ്ടമാനുണ്ട് കേട്ടോ. ചട്ടി, പാത്രങ്ങൾ, അത് ഇത് എല്ലാ ഐറ്റംസും ഉണ്ട്. ചാലശ്ശേരി പൂരത്തിനാണ് ഈ പ്രത്യേകം കാണാൻ പറ്റുള്ളൂ കേട്ടോ. തലേശത്തെ ഇത്രയും ജനം കൂടുന്ന പൂരങ്ങൾ കമ്മിയാണ്. നൂറുകണക്കില്, ആയിരക്കണക്കിൽ കച്ചവടക്കാർ വരില്ല. അത്ര കച്ചവടക്കാരുണ്ട്. ഇവിടെ എന്തൊരു വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കണ്ടല്ലോ. വെറൈറ്റി ഐറ്റംസ് ആട്ടോ. കടല കൊണ്ട് ഉണ്ടാക്കണതാണ്. വെജിറ്റബിൾ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട്. ഓക്കെ. ഇവിടെ നോക്കിയാലും ചട്ടികളാണല്ലോ. ഇത്രയും അധികം ചട്ടികൾ വരുന്ന സ്ഥലം വേറെ ഉണ്ടാവില്ല. ചട്ടികൾ, പാത്രങ്ങൾ, കുടുക്കകൾ, ചെമ്പട്ടികൾ പറഞ്ഞില്ലേ. മൺപാത്രങ്ങളാണ് ഫുള്ള്. നല്ല ചട്ടി വാങ്ങണേ ഇങ്ങോട്ട് വരണല്ലേ. അടിപൊളി. മാത്രല്ല എല്ലാ സാധനങ്ങളും വെറൈറ്റി സംഭവങ്ങളാണ്. ജനങ്ങൾ ഭയങ്കര ജനാട്ടോ. എവിടെ നോക്കിയാലും ജനങ്ങളാണ്. എത്ര നടന്നാലും തീരൂല കേട്ടോ. ഇവിടെ പോക്കുന്നൊരു സൺഡേൻ്റെ കാണിച്ചാൽ വീഡിയോ. അച്ചാർ ഐറ്റംസ് ആട്ടോ. അച്ചാർ ഐറ്റംസുകളുണ്ട്. ഇത് പുകക്ക എല്ലാ സാധനവും. എന്തിരിക്കാം. ഇവിടെ എന്താ ഫോണിൻ്റെ ഇതുള്ളോ, പൗച്ചോളല്ലേ. ഫോണിൻ്റെ പൗച്ച ഐറ്റംസുകൾ, മൊബൈൽ ഫോണിൻ്റെ എല്ലാ ഐറ്റംസും വില കുറവിലാണ് കൊടുക്കണത്. ഏതിൽ കൂടെ പോകണം, ഏതിൽ കൂടെ വരണമെന്ന് അറിയില്ല. ചെടികൾ തൈ ഐറ്റംസ് ഉണ്ട്. ചെടികൾ അങ്ങനെ പോകാം നമുക്കിവിടെ. ചെടിയുടെ ഒരു ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കണല്ലോ. ഇതിവിടെ അങ്ങോട്ട് വഴിയുണ്ടോ? വഴിയില്ലല്ലേ. അങ്ങനെ വഴി അങ്ങനെ പോകാം. അപ്പോൾ ഗാർഡൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അൾട്രാ പവർ അപ്പോൾ അങ്ങനെ പോകണം. ഒക്കെ കച്ചവടക്കാരാണ്. ഹിന്ദിക്കാരാണ്. ഐറ്റംസ് എന്താ പൊക്കല, കേക്കില എല്ലാ ഐറ്റംസും ഉണ്ട്. പുല്ലായ, പായ, അങ്ങനത്തെ ഐറ്റംസ്. ഇങ്ങനെ പോകാൻ നമുക്ക്
ഇരുമ്പിന്റെ ചട്ടികൾ. ഇരുമ്പ് ചട്ടികൾ. തന്നാ മതി. വില കുറച്ച് കൊടുക്കുക, വേറെ ഒന്നല്ല. 250 സ്റ്റാളിൽ കിട്ടാൻ വരണ്ട. ഒറിജിനൽ ഇരുമ്പിൻ ചട്ടികൾ. നല്ല വെയിറ്റ് ഉള്ള സാധനം കേട്ടോ, നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. ഒറിജിനൽ സാധനം വെയിറ്റ്. ഇത് പറഞ്ഞ മൊത്തം കറ കളഞ്ഞാട്ടാ യൂസ് ചെയ്യാം. മറ്റേ 500 നോൺ സ്റ്റിക്ക് വാങ്ങാൻ മാറ്റാണ്. ഇരുമ്പിന്റെ ചട്ടികൾ എന്താ റേറ്റ് പറഞ്ഞേ? 250 റുപ്യ. ഈ വലുതൊക്കെ ഐറ്റംസ് 700 റുപ്യ അല്ലേ? 200. മട്ടാള് കത്തികള്. അവിടെ വരിട്ടാ വരിട്ടാ വരിട്ടാ. 5000 സാലറി. അതല്ല ഇവിടെ 25 സാലറി 150 ഇപ്പൊ വന്നോട്ടോ, വേണമെങ്കിൽ ഇവിടെ വന്നോളി വാങ്ങാം. ഇതെന്താ ഐറ്റംസ്? കണ്ണാടന കാണിച്ചാലൊന്നും തീരൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കാണിച്ചു തരാം. ഇവിടെ എന്താണ് ഐറ്റംസ്? മടാള് ഐറ്റംസ് തന്നെയാണ്. ഉള്ള തിരക്കാണല്ലോ. ഇവിടെ എന്താണ്? ചെടികളാ. ഒന്നുകൂടെ ഏട്ടാ, ഒന്നുകൂടെ വരണം. ആ ചെടികളൊക്കെ എന്താണ് വെറൈറ്റി ഐറ്റംസ് ഉണ്ടല്ലേ ചെടികൾ. വെറൈറ്റി ഐറ്റംസ് ആട്ടോ ചെടികൾ. വെറൈറ്റി ആണ്, എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇനി അടുത്ത സ്ഥലത്ത് പോവാം. ഇതെന്താ സംഭവം? ഇതൊന്ന് നമുക്ക് കണ്ടിടുവാലോ. ഉണക്കമീനോ? ഉണക്കമീനാണല്ലേ? ഉണക്കമീൻ. അവിടൊക്കെ ഇതിൻ്റെ ഇതുണ്ടല്ലേ? നമുക്ക് നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം. എവിടെ നോക്കിയാലും ജനങ്ങൾ തന്നെയാണ്. ഇവിടെ എന്താ ഐറ്റംസ്? ഒക്കെ കത്തി, മടകള്, പാത്രങ്ങള് ഐറ്റംസ് കേട്ടോ ഉള്ളത്. വർക്ക് ഐറ്റംസ് ആണുള്ളത്. ഇരുമ്പ് ചട്ടികളോ? ഫസ്റ്റ് കണ്ട ചട്ടിയിലൊക്കെ നല്ല ക്വാളിറ്റി സാധനം കേട്ടോ. ഇത് ഇരുമ്പാണ് സാധനം കേട്ടോ. ഇരുമ്പിൻ്റെ സാധനം കൊണ്ട് നല്ല ക്വാളിറ്റി ആയിട്ട് സാധനങ്ങൾ. ഈ നോൺ സ്റ്റിക്കിൻ്റെ സാധനത്തിനെക്കാട്ടി നല്ല സാധനം കേട്ടോ. ഇതൊക്കെ ഈ പൂരത്തിന് ഇന്നലെ കിട്ടുന്നത് ചാലശ്ശേരി പൂരത്തിലാണ്. ഇതെന്താ ഐറ്റംസ്? ഇത് കുങ്കുമം അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലേ? കുങ്കുമം. ഐറ്റംസ് ആണ്. അവിടെ നിന്ന് വിത്തിൻ്റെ ഐറ്റംസ് അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത സ്ഥലത്ത് പോകാം. ഫുള്ള് തിരക്കാനായിട്ട് ആൾക്കാരൊന്നും ഉറക്കില്ല തോന്നുന്നത്. എത്ര 30-30ൻ്റെ അധികം കടകളുണ്ടെന്ന് പറഞ്ഞ അങ്ങനത്തെ കടകൾ. എന്ത് കത്തിയുടെ കടകൾ ഒക്കെ വെറൈറ്റി കത്തികളാട്ടോ. മീനൊക്കെ കുറിക്കാൻ പറ്റിയ നല്ല നല്ല. ഓ നല്ല വെയിറ്റ് ആട്ടോ സാധനം. നല്ല വെയിറ്റ് ഉണ്ട്. ഒറിജിനൽ ഇരുമ്പാട്ടോ, ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കണാണ്. എന്താ പറഞ്ഞത്? വേണ്ട. ഇവിടെ ഹിന്ദിക്കാരെ. ഇത് അച്ച് മേലാഞ്ചിയുടെ അച്ചല്ലേ? പച്ച കുത്തണല്ലേ? എത്ര പായി? 50 രൂപ പച്ച കുത്താനല്ലേ? ഇതിന്റെ അച്ഛനാണ് 50 രൂപ മാത്രം 50 രൂപ അല്ലേ? ഇത്ര 50 ആയിക്കോട്ടെ. ആഹാ,
ഇത് കമ്മല് ഐറ്റംസ് ഉള്ള അല്ലേ? കഴിയുന്നില്ല അറിഞ്ഞില്ലേ? കഴിയുന്നില്ല. ഇവിടെ എന്താ വേറെന്താ സംഭവം? വലയുടെ ഉള്ളിൽ എന്താ പരിപാടി? അത് നമ്മളെ സർക്കസുകാരാ. ഇവിടെ ഹോട്ടൽ ഏരിയകളാട്ടോ. സർബത്തുകൾ, ഹോട്ടലുകൾ, എണ്ണക്കടികൾ ഒക്കെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെറൈറ്റി എണ്ണക്കടികൾ, സർബത്തുകൾ, കുലുക്കി സർബത്ത്. നമ്മളിപ്പോൾ ഉണ്ടോ നോക്കട്ടെ അവിടെ. ഷെഫീക്ക് ഉണ്ടോ നോക്ക്. എല്ലാ പൂരപ്പറമ്പിലും ഉണ്ടായിരുന്നു ഷെഫീക്ക്. സർബത്ത് ഷെഫീക്ക് ഉണ്ടോ നോക്കട്ടോ. ചായ, ബജി, കുൽക്കി സർബത്ത്, പാനിപ്പൂരി ഐറ്റംസുകൾ. മീന് ഭാഗത്താണ് ചോദിച്ചാൽ നമുക്ക് മീനിന്റെ സെക്ഷൻ കണ്ടിട്ട് ചേട്ടോ. നല്ല മീനുള്ള ഏരിയയാണ്. അപ്പോൾ മീനിന്റെ ഐറ്റംസ് അടുത്ത് കാണിക്കാം. ബജി ഐറ്റംസ് ആട്ടോ ഇവിടെ. ഇവിടെ ഷെഫീക്ക് ഉണ്ട് നോക്കാം. നമുക്ക് അവനെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട്. ജനങ്ങൾ പറഞ്ഞില്ലേ? ആരോട് ഒച്ചമൂല ഉണ്ടാക്കുന്നത്? സർബത്ത് വിളിക്കണല്ലേ? ഞാൻ വിചാരിച്ചു വല്ല ചെണ്ട വെട്ടാണ്. സർബത്ത് വിളിക്കാണ് സംഭവം. പോട്ടെ. ബജിക്കടകൾ ഭയങ്കര തിരക്കാണ്. നല്ല പൊടി ഉണ്ടാവും കേട്ടോ. സാധനത്തിനൊക്കെ പൊടി ഉണ്ടാവും. കഴിക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. ആ ജാതി പൊടിയാണ് ഇതിലൊക്കെ പോകുന്നത്. കടലകൾ വെറൈറ്റി കടലകൾ കേട്ടോ. ഫുള്ള് കച്ചവടം തന്നെ ഇവിടെ. ഈ സൈഡൊക്കെ ഹോട്ടലാട്ടോ. ബജി അങ്ങനെയുള്ള ചായക്കടികൾ ഐറ്റംസുകൾ. തിരക്ക് തന്നെ കേട്ടോ, തിരക്ക്. ഇതല്ലോ ഓംപ്ലേറ്റ്. നല്ല സ്മെല്ലുണ്ടല്ലോ. കുരുമുളക് ഇടുന്ന സ്മെല്ല് വരുന്നല്ലേ? കുരുമുളകിൻ്റെ മണല് വരുന്നത്. വരട്ടെ. ഇരുമ്പിന്റെ അട്ടികളാട്ടോ. 320, 320. ഭയങ്കര തിരക്കാണ്. നല്ല തിരക്കാട്ടോ. നടക്കാൻ വയ്യാതായാലോ. തിരക്ക് കൂടിയോ ഈ ഭാഗത്ത്? മീനിന്റെ ഏരിയ ഇവിടെ തോന്നുന്നല്ലേ? ഇവിടെയാണ് മീൻ. ഇവിടെയാണ് ഉണക്കൽ മീനാണല്ലേ? ഉണക്കൽ ഐറ്റംസ് ആണ് ഇവിടെ. എന്നാ പറഞ്ഞ ഉണക്കലപ്പുറത്ത് നമുക്ക് നല്ല മീനുള്ള സ്ഥലം കേട്ടോ. ഇവിടെയാണ് മീനിന്റെ മെയിൻ സ്ഥലം. വെറൈറ്റി ഉണക്കൽ. കോട്ടയം ഭയങ്കര തിരക്കാണ്. ഈ തിരക്കിന്നാണ്ട് പോയിട്ടല്ലേ? ഇതെന്താ ഉണക്കലോളല്ലേ? ചെമ്മീൻ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കട്ടോ. ചെറിയ പൊടി ചെമ്മീനുണ്ടോ? സ്രാവിൻ്റെ ചെറിയ പീസുകള്, മാന്തലുണ്ട്, മുള്ളുണ്ട്. ഇതാണ് നമ്മളെ സ്പെഷ്യൽ സ്രാവുകൾ കേട്ടോ. അവിടേക്ക് എത്തണുള്ളൂ. സ്രാവിൻ്റെ ഒക്കെ അവിടേക്ക് എത്തണുള്ളൂ കേട്ടോ. ഇത് ഉണക്കൽ മീൻ്റെ അവിടെ തുടക്കമാണ്. ഞങ്ങളുടെ ഫുൾ മീൻ മാർക്കറ്റാണ്. മീനിൻ്റെ കടകളാണ്. കണ്ടമാനം മീൻ കട ഉണ്ട്. ഇതാണ് സ്രാവുകൾ. അവിടെ അല്ലേ? അവിടെ അല്ലേ? അപ്പം അങ്ങോട്ട് പോവാം.
തിരക്കാണ് ഇവിടുന്ന് നോക്കാൻ പറ്റുന്നില്ല. ഭയങ്കര തിരക്കോ മീൻ. സ്രാവുകളാണ്, അടുത്ത് പോയി എടുക്കാൻ പറ്റുന്നില്ല. കുറച്ച് അപ്പുറത്ത് പോയി എടുത്തോട്ടാ. തിരക്കാണ് മീനിന്റെ ഭാഗത്ത് തിരക്ക്. ഫ്രഷ് ഐറ്റംസ് ആട്ടോ. ഇവിടെ മീൻ സ്രാവുകൾ 450 അത്ര വില. 500 രൂപ. 500 450 പല റേറ്റ് ഉണ്ട്. ഇതാ കച്ചവടക്കാരനാണ്. 500 രൂപ കാണിക്കുന്നു. അപ്പൊ എന്താ അടുത്ത സ്ഥലത്ത് പോയാലോ? സഹാര വാങ്ങിക്കോളെ പറഞ്ഞിട്ടുണ്ട്. അയ്യോ ഭയങ്കര തിരക്കാണ്. തിരക്കിന്റെ ഇടയിൽ നിന്നുകൊണ്ട് രക്ഷപ്പെട്ട്. മീനിന്റെ ഭാഗട്ടോ ഭയങ്കര തിരക്ക്. ഇതൊക്കെ മീനാണ്. മീൻ മേടിക്കണ്ട ക്യൂ നിൽക്കാണ്. ഇജാതി തിരക്ക് പറഞ്ഞില്ലേ. നമ്മുടെ തിരക്കില്ലാത്ത ഭാഗം കടലിൻ്റെ അവിടെ തന്നെ ഉള്ളു കേട്ടോ. കടല കച്ചവടക്കാരൻ ഇവിടെ വലിയ അന്തമുടെ സ്രാവുത. ആ സ്രാവിൻ്റെ അവിടെ നിന്ന് പോയിട്ട് നമുക്കൊന്ന് എടുത്താക്കാം. മാതിരി സ്രാവാണ്. എന്താ തിരക്കിൻ്റെ ഇടയിൽ നടക്കാൻ വയ്യല്ലോ. ആൾക്കാരൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഫുള്ള് മീനിൻ്റെ ഏരിയ കേട്ടോ. മീൻ കച്ചവടം ഫിഷ് നല്ല പൈസ കൊടുക്കട്ടാ. നല്ല പൈസ കൊടുക്കാം. അല്ലല്ല 2 കിലോ പോടെ വന്നില്ലേ? വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. അത്രയൊക്കെ തിരക്കാട്ടോ. ഇവിടെ നോക്കിയാലും തിരക്കാണ്. ആ സൈഡ് മൊത്തം മീൻ കച്ചവടമാണ്. ആ സൈഡ് മൊത്തം മീൻ കച്ചവടമാണ്. ആ സൈഡിലേക്ക് അടുക്കാൻ പറ്റില്ല. മീനിൻ്റെ മെയിൻ ഏരിയ ആണ്. ഉണക്കൽ 400. അത് 500. ഇത് കൊമ്പനാ. കണ്ണന് ചൂണ്ടലുണ്ടല്ലേ. ചിലർക്ക് മാന്തളെന്തല്ല മാന്തള് 160.
നല്ല സെറ്റിങ് അടിപൊളിയാണ്. അടുത്ത സ്ഥലത്ത് പോയാലും ഭയങ്കര പൊടിയാട്ടോ, പൊടിയാണ് സഹിക്കാൻ പറ്റാതെ.